രാധേ രാധേ. രാധാ ഷോഡശ നാമസ്തോത്രം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രാധാറാണിയെ കുറിച്ചുള്ള 16 നാമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 16 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ നാമം എന്ന് പറയുന്നത് രാധ എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് രാസേശ്വരി. മൂന്നാമത്തെ നാമം എന്താണെന്ന് വെച്ചാൽ രാസവാസിനി. നാലാമത്തത് രസികേശ്വരി. അഞ്ചാമത്തത് കൃഷ്ണപ്രാണാധിക. ആറാമത്തത് കൃഷ്ണപ്രിയ. ഏഴാമത്തത് കൃഷ്ണസ്വരൂപിണി. എട്ടാമത്തത് കൃഷ്ണ വാമാങ്ക സംഭൂത, അതായത് കൃഷ്ണന്റെ വാമഭാഗത്തിൽ നിന്നും ജനിച്ചവൾ. വാമഭാഗം എന്ന് വെച്ചാൽ ഇടത് ഭാഗം, കൃഷ്ണന്റെ ഇടത് ഭാഗമായ ഹൃദയത്തിൽ നിന്ന് ജനിച്ചവളാണ് രാധ. അടുത്ത പരമാനന്ദ രൂപിണി, ആനന്ദത്തിന്റെ സ്വരൂപിണിയാണ് രാധ. അടുത്തത് കൃഷ്ണ, രാധാറാണിയുടെ മറ്റൊരു പേര് കൃഷ്ണ എന്ന് തന്നെയാണ്. വൃന്ദാവനി, വൃന്ദാവനം എന്നുള്ള സ്ഥലം രൂപമെടുത്തവൾ വൃന്ദാവനി. വൃന്ദ, തുളസി ദേവിയുടെ ഒരു പേരാണ് വൃന്ദ. ആ അതേ പേര് തന്നെ രാധാറാണിക്കുമുണ്ട്, വൃന്ദ. വൃന്ദാവന വിനോദിനി, വൃന്ദാവനത്തിനെ മുഴുവൻ വിനോദിപ്പിക്കുന്നവൾ. ചന്ദ്രാവലി, ചന്ദ്രനെ പോലെ ഭംഗിയുള്ളവൾ, ചന്ദ്രനെ പോലെ കിരണങ്ങൾ പൊഴിക്കുന്നവൾ. ചന്ദ്രകാന്ത, ചന്ദ്രനെ പോലെ ശോഭയുള്ളവൾ, ചന്ദ്രന്റെ കാന്തി ഉള്ളവൾ, അതാണ് ചന്ദ്രകാന്ത. അടുത്തത് ശരചന്ദ്ര പ്രഭാനന, ആ പേരാണ് ഏറ്റവും എല്ലാ കവികളും പറയുന്ന ഒരു പേരാണ് ഈ ശരത്ചന്ദ്ര പ്രഭാനന. ഈ ശരത്കാലം എന്ന് പറയുന്നത് നമ്മളെ മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന കാലമാണ് ഈ ശരത്കാലം, അതായത് ഓട്ടം സീസൺ എന്ന് പറയും. അപ്പൊ ആ സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മഴക്കാലത്ത് മഴയൊക്കെ പെയ്ത് ഒരുപാട് എന്താ പറയാ വൃത്തികേടും അഴുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചൂടൊക്കെ മാറി ശരത്കാലം വരുമ്പോഴത്തേക്കും പ്രകൃതി തന്നെ ഒന്ന് വൃത്തിയായി മാറും. ആ വൃത്തിയായി മാറി കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും സന്തോഷം മാത്രം, ആനന്ദം, പ്രകൃതി ഭയങ്കര അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്ന സമയമാണ് ഈ ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒരു പ്രത്യേകത ശരത്ചന്ദ്ര പ്രഭാന. അപ്പൊ ആ സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആകാശം ഭയങ്കര ക്ലിയർ ആയിരിക്കും, ഭയങ്കര വ്യക്തമായിട്ട് നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റും. ആ സമയത്ത് അതായത് ആ ഓട്ടം സീസണിൽ ചന്ദ്രനെ കാണുന്ന പോലെ അത്ര വ്യക്തമായിട്ട് വേറെ ഒരു മാസത്തിലും അല്ലെങ്കിൽ വേറെ ഒരു ഋതുക്കളിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ആ ശരത്കാലത്തിലെ ചന്ദ്രന് എത്രമാത്രം ശോഭയുണ്ടോ ആ സമയത്ത് അമൃത കിരണങ്ങളാണ് വരുന്നതെന്ന്. ശരത്ചന്ദ്ര പ്രഭാന എന്ന് പറഞ്ഞാൽ ശരത്കാല സമയത്ത് ആ ചന്ദ്രനെ പോലെ അത്രയും അത്രയും പ്രകാശം ചൊരിയുന്നവൾ. ശരത്കാല സമയത്ത് ചന്ദ്രൻ എന്ന് പറയുന്നത് അമൃതവർഷം പൊഴിക്കുന്നതാണ്, അത്രയും മനോഹരമായ പ്രകാശം ചൊരിയുന്നവളാണ് രാധാറാണി. അതാണ് ഈ അവസാനത്തെ 16ാമത്തെ നാമം.